നമസ്കാരം. അനന്തപുരി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വോട്ടിംഗ് യന്ത്രങ്ങൾ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഇനി 4 നാൾ കനത്ത പോലീസ് കാവൽ. മധ്യ കേരളത്തിലെ 7 ജില്ലകളിൽ കൊട്ടിക്കലാശം. വോട്ടെടുപ്പ് വ്യാഴാഴ്ച. പ്രമേഹത്തിനും പ്രഷറിനും വില കുറഞ്ഞ മരുന്ന് വിപണിയിലെത്തുന്നു. വാർത്തകൾ വിശദമായി. വോട്ടിംഗ് യന്ത്രങ്ങൾ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഇനി 4 നാൾ കനത്ത പോലീസ് കാവൽ. കോർപ്പറേഷനിലെ 100 വാർഡുകളിലെയും യന്ത്രങ്ങൾ സംഗീത കോളേജിൽ സുരക്ഷിതമായി എത്തിച്ചു. ഇവിടെ കനത്ത പോലീസ് കാവലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നന്ദാവനം എയർ ക്യാമ്പിലെ അസിസ്റ്റന്റ് കമാൻഡിന്റെ നേതൃത്വത്തിൽ തോക്കുധാരികളായ 15 പോലീസുകാരാണ് ഒരു സമയം ഇവിടെ ഡ്യൂട്ടിയിലുള്ളത്. ഇതിനു പുറമെ നൈറ്റ് പെട്രോളിംഗ്, നഗരത്തിലെ രാത്രി ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ പരിശോധനയും ഇടയ്ക്കിടെയുണ്ട്. യന്ത്രം സൂക്ഷിച്ചിരിക്കുന്ന മുറിയിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാതിരിക്കാൻ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണമെന്നും വെള്ളം കയറാതെ മുൻകരുതൽ വേണമെന്നും ജില്ലാ കളക്ടറോട് പോലീസ് ആവശ്യപ്പെട്ടു. അതേസമയം കോളേജിലും പരിസരത്തും കൂടുതൽ ലൈറ്റ് തെളിയിച്ചിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡ്, ബോംബ് സ്ക്വാഡ് എന്നിവയെല്ലാം കോളേജും പരിസരവും നേരത്തെ വിശദമായി പരിശോധിച്ചിരുന്നു. നിരീക്ഷണ ക്യാമറകളും പ്രധാന സ്ഥലങ്ങളിൽ സ്ഥാപിച്ചു. ഇതേ ക്രമീകരണമാണ് മറ്റ് കേന്ദ്രങ്ങളിലും പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികളെ ശിക്ഷയുടെ പേരിൽ വിദ്യാലയങ്ങളിൽ നിന്ന് പുറത്താക്കാനോ ശാരീരിക ശിക്ഷ നൽകാനോ പാടില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. വിദ്യാർത്ഥികളെ ശിക്ഷിക്കുന്നത് കാലപ്പഴക്കം ചെന്ന രീതിയാണെന്നും സ്നേഹപൂർവ്വമുള്ള പെരുമാറ്റത്തിലൂടെയും ഉപദേശത്തിലൂടെയും കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ അധ്യാപകർ ശ്രമിക്കണമെന്നും വിദ്യാഭ്യാസ ഡയറക്ടർ MS ജയ IAS വ്യക്തമാക്കുന്നു. സമീപകാലങ്ങളിലുണ്ടായ ചില അനിഷ്ട സംഭവങ്ങളുടെ പേരിലാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ ഉത്തരവെന്നും MS ജയ പറഞ്ഞു. സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന ശുഷ്കമായ സാമ്പത്തിക സാമൂഹിക ചുറ്റുപാടുകളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികളെ ചിട്ടയായ ഗൈഡൻസുകളിലൂടെ നന്മയുടെ പ്രതീകങ്ങളാക്കി മാറ്റാൻ വിവിധ പദ്ധതികൾ വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിക്കുന്നു. അവർ ചിൽഡ്രൻസ് അവർ റെസ്പോൺസിബിൾ എന്ന പദ്ധതിയുടെ ഭാഗമായി വിദ്യാലയങ്ങളിൽ ഫ്രണ്ട്സ് ക്ലബ്ബുകൾ രൂപീകരിച്ച് വിദ്യാർത്ഥി അധ്യാപക ബന്ധം കൂടുതൽ കാര്യക്ഷമമാക്കാനും വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നതായി ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് മേധാവി വിക്രമൻ B അനന്തപുരി ന്യൂസിനോട് പറഞ്ഞു. റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ടീച്ചേഴ്സിന് ബോധവൽക്കരണം കൊടുക്കുന്നുണ്ട്, രക്ഷകർത്താക്കൾക്ക് ബോധവൽക്കരണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയൊക്കെ ശ്രമഫലമായി കുട്ടികളെ വളരെ ശിക്ഷിക്കാതെ തന്നെ നമുക്ക് സ്കൂളുകളിലെ റിസൾട്ടും കുട്ടികൾ തന്നെ പഠിത്തത്തിൽ മുന്നോട്ട് വരികയും അതുപോലെ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന പല ക്ലബ്ബുകളുണ്ട്. ആ ക്ലബ്ബുകളിൽ അംഗങ്ങളാകുന്നത് വഴി കുട്ടികളെ ടീച്ചേഴ്സുമായി കൂടുതൽ സഹകരിക്കുകയും വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ സ്പെയർ ടൈം കിട്ടുന്ന അവസരങ്ങളിലൊക്കെ കുട്ടികൾക്ക് ഈ ടീച്ചേഴ്സുമായി ബന്ധപ്പെടാനും അങ്ങനെ ഈ മുമ്പുള്ള ഒരു പേടി കുട്ടികൾക്ക് ഇല്ല. കുട്ടികളടുത്ത് ടീച്ചേഴ്സിന് സ്വതന്ത്രമായി സംസാരിക്കാം, അതുപോലെ കുട്ടികൾക്ക് ടീച്ചേഴ്സിനടുത്ത് സ്വതന്ത്രമായി സംസാരിക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷം ഇപ്പോൾ ഒരു സൗഹൃദ അന്തരീക്ഷം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ബാർക്കോഴ കേസിൽ ആരോപണ വിധേയനായ ധനമന്ത്രിയും കേരള കോൺഗ്രസ് എം നേതാവുമായ KM മാണിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ LDF നേതാക്കൾ ഗവർണറെ കണ്ടു. രാജ്ഭവനിൽ എത്തിയാണ് ഇടതു നേതാക്കൾ ഗവർണറെ കണ്ടത്. മാണിക്കെതിരായ ആരോപണത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് ഗവർണർ ഉറപ്പു നൽകിയതായി കൂടിക്കാഴ്ചയ്ക്കു ശേഷം VS മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മാണിക്കെതിരെ തുടർ സമരമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മാണിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുന്നതുവരെ ശക്തമായ പ്രക്ഷോഭം നടത്താനാണ് LDF തീരുമാനം. അതേസമയം ബാർക്കോഴ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ധനമന്ത്രിയും കേരള കോൺഗ്രസ് എം നേതാവുമായ KM മാണി പാലായിൽ പറഞ്ഞു. ആരോപണങ്ങൾ സത്യമാണോ എന്ന് ജനങ്ങൾക്കറിയാം. ഈ സാഹചര്യത്തിൽ രാജിവെച്ച് പുറത്തുപോകണമെന്ന ചിന്തയെ ഉണ്ടായിട്ടില്ല. ആരോപണങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും മാണി വ്യക്തമാക്കി. 50 വർഷമായി എന്നെ ജനങ്ങൾക്കറിയാം. വിധി വന്ന സമയത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല. ബാർക്കോഴ കേസിൽ KPCC അധ്യക്ഷൻ VM സുധീരനും കോൺഗ്രസ് മുതിർന്ന നേതാവ് AK ആന്റണിയും നടത്തിയ പ്രസ്താവന അവരുടെ സ്വാതന്ത്ര്യത്തിന് അനുസരിച്ചുള്ളതാണെന്നും മാണി പറഞ്ഞു. മധ്യ കേരളത്തിലെ 7 ജില്ലകളിൽ കൊട്ടിക്കലാശം. വോട്ടെടുപ്പ് വ്യാഴാഴ്ച. നവംബർ 5-ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് കൊട്ടിക്കലാശത്തോടെ ചൊവ്വാഴ്ച പ്രചാരണം സമാപിച്ചത്.
ബുധനാഴ്ച നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. രണ്ടാം ഘട്ടത്തിൽ ആകെ 19,328 പോളിംഗ് സ്റ്റേഷനുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ 12,651 വാർഡുകളിലേക്ക് 44,388 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുക. ഒന്നാം ഘട്ടത്തിൽ 7 ജില്ലകളിലെ 9,220 വാർഡുകളിലായി 31,161 സ്ഥാനാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. പുതിയതായി രൂപീകരിച്ച 14 മുനിസിപ്പാലിറ്റികളും രണ്ടാംഘട്ട പ്രചരണം നടക്കുന്നവയിൽ ഉൾപ്പെടുന്നു. ക്രമസമാധാനം ഉറപ്പാക്കാൻ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന ജില്ലകളിൽ നിന്ന് വോട്ടെടുപ്പ് നടക്കുന്ന മറ്റു ജില്ലകളിലേക്ക് പോലീസ് എത്തിച്ചേരും. രാവിലെ 7 മുതൽ വൈകുന്നേരം 5 വരെ വോട്ട് ചെയ്യാൻ അവസരമുണ്ട്. 7-നാണ് വോട്ടെണ്ണൽ. ഇനിയൊരിടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.